ഹലോ ഗൈസ്, ഇതാണ് ഡോമോ ദി മിലാനോ എന്ന് പറയുന്ന പള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ പള്ളികളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി. സൈസ് തന്നെ കണ്ടാൽ നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പള്ളി എന്ന് പറയപ്പെടുന്നതെന്ന്. അതുപോലെ തന്നെ ഈ പള്ളി ഈ പള്ളിയുടെ അകത്ത് നമുക്ക് കയറാം. ഈ പള്ളിയുടെ ഏറ്റവും മുകളിൽ നമുക്ക് കയറാം. കയറിയാൽ നമുക്ക് ആ മിലാൻ എന്ന് പറയുന്ന മുഴുവൻ നഗരവും നമുക്ക് ഫുള്ളായി കാണാം. അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കുറേ ബസ് സർവീസുണ്ട്. ഈ ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയറിയിരുന്ന മിലാൻ എന്ന് പറയുന്ന സ്ഥലത്തിലെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടും ഇത് നമ്മളെ കവർ ചെയ്തുകൊണ്ട് കാണിക്കും. ഈ പള്ളിയുടെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ കണക്ക് പോലും പറയാൻ പറ്റാത്ത അത്രയും പ്രാവുകളുണ്ട്. പ്രാവുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ട് പേടിച്ച് നടക്കുന്ന പ്രാവല്ല, നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന പ്രാവ്. അതുപോലെ ഈ സ്ഥലം സത്യം പറഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണുമ്പം നമ്മൾ അതിശയപ്പെട്ടു പോകും. കാരണം കുറേ തരത്തിലെ ആൾക്കാർ. ഇത് വേണമെങ്കിൽ ലോകത്തിലെ നമുക്ക് ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പേസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. അതേപോലെ തന്നെ ഈ പള്ളിയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്ന ഈ പള്ളിയിൽ തന്നെ പണിഞ്ഞു വെച്ചിട്ടുള്ള രൂപങ്ങളാണ്. ബൈബിളിലെ പല പല ആൾക്കാരുടെയും രൂപങ്ങൾ ഈ പള്ളിയിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. La noche, baila, bailar la tasca, y bailar, y tomar, la cerveza fresca, pero en la aventura. ഈ കാണുന്ന സ്ഥലത്തിനെ പറയുന്നതാണ് ഗലേറിയ. ഈ വലിയ ആർച്ചിനെയാണ് നമ്മൾ ഗലേറിയ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഗലേറിയ വിക്ടോറിയോ ഇമ്മാനുവൽ ടു എന്നാണ്. ഇതിന് ഈ ഇമ്മാനുവൽ ടു എന്ന പേര് വരാൻ കാരണം അന്നത്തെ രാജാവായിരുന്നു, അല്ലെ അന്നത്തെ ഓണറായിരുന്ന ആളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഈ ഈ ഗലേറിയ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇമ്മാനുവൽ ടു എന്നിവിടെ പേരെടുത്ത് വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇറ്റലിയിലെ ഏറ്റവും പഴയ ആക്റ്റീവ് ഷോപ്പിംഗ് ആർക്കേഡ് ആണ്. കാരണം ആർക്കേഡുകൾ ഒന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ആർക്കേഡാണ്. ആൻഡ് ഇതിന് വേറൊരു പേരുമുണ്ട്, മിലാൻസ് ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞൊരു പേരുമുണ്ട്. കാരണം നമ്മളിതിൻ്റെ സെൻറ്ററിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് പലതരം പടങ്ങൾ, അല്ലെങ്കിൽ പലതരം പടം ഭിത്തിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മേലത്തെ 4 കോർണേഴ്സിലായിട്ട് നമുക്ക് പടം വരച്ചിട്ടേക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ഇതുവഴി നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു പാസേജ് വേ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരറ്റത്തു നിന്ന് വേറൊരറ്റത്തിലോട്ടാണ്. ഇത് പിസ ഡെൽ ഡോമോയും പിസ ഡെൽ സ്കാലയും തമ്മിലുള്ള പാസേജ് വേ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പാസേജ് വേ കൂടെ നടന്നു പോകുന്ന വഴിക്ക് രണ്ടറ്റത്തായിട്ടും അല്ലെങ്കിൽ രണ്ട് സൈഡിലായിട്ടും പല പല ലക്ഷറി ബ്രാൻഡ്സിൻ്റെ കടകളുമുണ്ട്. ഇതിൻ്റെ പണി തീർന്നിരുന്നത് 1865-ലും 1877 ഇടയിലായിട്ടാണ്. ഇത് മിലാനിലെ, അല്ല ഇറ്റലിയിലെ ഒരു ഭാഗമായ മിലാനിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതുപോലെ വളരെ കുറേ എന്ന് പറഞ്ഞാൽ ഫുൾ ഇറ്റലി നമ്മൾ ആദ്യം കവർ ചെയ്യാൻ, ഫുൾ ഇറ്റലി എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഇടും. അപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. ഇത് സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.